ചരിത്രപരമായ ത്രിരാഷ്ട്ര സന്ദർശനത്തിനൊരുങ്ങി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജൂലൈ 19 മുതൽ 25 വരെ മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച അറിയിച്ചു. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. വ്യാപാരം, സാങ്കേതിക വിദ്യ, ടൂറിസം, ജനങ്ങൾ തമ്മിലുള്ള വിനിമയം തുടങ്ങിയ മേഖലകളിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണിത്. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിശാലമായ ഇടപെടലിനെയും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും ത്രിരാഷ്ട്ര പര്യടനം പൂരകമാക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട്. കാരണം ഇത് റിപ്പബ്ലിക് ഓഫ് മോൾഡോവയിലേക്കും റിപ്പബ്ലിക് ഓഫ് നോർത്ത് മാസിഡോണിയയിലേക്കും ഒരു ഇന്ത്യൻ പ്രസിഡന്റിന്റെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണെന്നും വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. 3 പതിറ്റാണ്ടിലേറെയായി ഒരു ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയ സന്ദർശിക്കുന്ന ആദ്യ സന്ദർശനമായിരിക്കും മുർമുവിന്റെ റൊമാനിയ സന്ദർശനം. 1994 ഇതിനു മുൻപ് ഇത്തരം ഒരു സന്ദർശനം നടന്നത്. 3 രാഷ്ട്ര സന്ദർശനം ഇന്ത്യയുടെ മധ്യകിഴക്കൻ യൂറോപ്പുമായുള്ള വളർന്നുവരുന്ന ഇടപെടലിനെ പ്രതിഫലിപ്പിക്കുന്നു. കൂടാതെ മേഖലയിലെ രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ വീണ്ടും ഉറപ്പിക്കുന്നു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിശാലമായ ഇടപെടലിനെയും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും ഇത് പൂരകമാക്കുന്നു. 3T വ്യാപാരം, സാങ്കേതിക വിദ്യ, ടൂറിസം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ജോർജ് പറഞ്ഞു. ജൂലൈ 20 പ്രസിഡന്റ് മായ സന്ധുവിന്റെ ക്ഷണപ്രകാരം മുർമു മോൾഡോവ സന്ദർശിക്കും. ഒരു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമായിരിക്കും അത്. സന്ദർശന വേളയിൽ അവർ സന്ധുവുമായി നേരിട്ടുള്ള ചർച്ചകളും പ്രതിനിധിതല ചർച്ചകളും നടത്തും. കൂടാതെ മോൾഡോവൻ പ്രധാനമന്ത്രിയും മോൾഡോവ പാർലമെന്റ് പ്രസിഡന്റുമായ ഇഗോർ ഗ്രോസുവിനെയും കാണും. മോൾഡോവ ഇന്ത്യ പാർലമെന്റ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായി അവർ സംവദിക്കുകയും ഒരു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. മോൾഡോവൻ പ്രസിഡന്റ് അവരുടെ ബഹുമാനാർത്ഥം ഒരു വിരുന്ന് സംഘടിപ്പിക്കും. മോൾഡോവയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കവേ പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, ബഹുമുഖ വേദികളിലെ സഹകരണം എന്നിവയിൽ അധിഷ്ഠിതമായ ഊഷ്മളവും സൗഹൃദപരവുമായ ബന്ധങ്ങൾ ഇന്ത്യയും മോൾഡോവയും ആസ്വദിക്കുന്നു. എന്നിരുന്നാലും സാമ്പത്തിക ഇടപെടൽ ഇതുവരെ പൂർണ്ണശേഷി നേടിയിട്ടില്ല എന്നും ജോർജ് പറഞ്ഞു. 2025 ഏപ്രിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ മോൾഡോവ ശക്തമായി അപലപിക്കുന്നുവെന്നും തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ശക്തമായ പിന്തുണ അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഒരു പ്രധാന സ്തംഭമായി വിദ്യാഭ്യാസം ഉയർന്നു വന്നിട്ടുണ്ടെന്നും മോൾഡോവയിൽ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വൈദ്യശാസ്ത്രം പഠിക്കുന്നുണ്ടെന്നും ജോർജ് പറഞ്ഞു. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, നവീകരണം, പുനരുപയോഗ ഊർജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, കൃഷി, സംസ്കാരം, കണക്ടിവിറ്റി തുടങ്ങിയ മേഖലകളിലെ ബന്ധങ്ങളുടെ മുഴുവൻ ശ്രേണിയും അവലോകനം ചെയ്യുന്നതിനും സഹകരണം വികസിപ്പിക്കുന്നതിനും രാഷ്ട്രീയ സൗഹാർദ്ദത്തിൽ നിന്നും വിശാലമായ പങ്കാളിത്തത്തിലേക്ക് ബന്ധമുയർത്തുന്നതിനുമുള്ള വഴികൾ ചർച്ച ചെയ്യുന്നതിനും ഈ സന്ദർശനം അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മോൾഡോവ സന്ദർശന വേളയിൽ പ്രസിഡന്റിനൊപ്പം ഒരു ഇന്ത്യൻ ബിസിനസ് പ്രതിനിധി സംഘം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസിഡന്റ് ഗോൾഡാന സിൽജനോവ്സ്ക ദാവ്കോവയുടെ ക്ഷണപ്രകാരം ജൂലൈ 21 മുതൽ 22 വരെ മുർമു നോർത്ത് മാസിഡോണിയ സന്ദർശിക്കും. പ്രസിഡന്റുമായി അവർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും പ്രധാനമന്ത്രി ക്രിസ്റ്റീജാൻ മിക്കോസ്കിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുകയും നോർത്ത് മാസിഡോണിയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. നോർത്ത് മാസിഡോണിയയുടെ പ്രസിഡന്റ് അവരുടെ ബഹുമാനാർത്ഥം ഒരു വിരുന്ന് സംഘടിപ്പിക്കും. കൂടാതെ മുർമു ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITES തുടങ്ങിയ മുൻഗണനാ മേഖലകളിലെ സാമ്പത്തിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിൽ ഇരുവിഭാഗത്തിനും താൽപര്യമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ കമ്പനികൾക്ക് യൂറോപ്പിലേക്കുള്ള ഒരു കവാടമായി നോർത്ത് മാസിഡോണിയ സ്വയം സ്ഥാപിക്കുന്നതിൽ താൽപര്യമുണ്ടെന്നും ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.